ഇന്ത്യൻ ഇലക്ട്രിക് കാർ വിപണിയിലെ മുൻനിരക്കാരായ ടാറ്റ മോട്ടോഴ്സിനും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കും MGക്കുമെല്ലാം പണി കൊടുക്കാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ്. വിലയിലും വാറന്റിയിലും ഫീച്ചറുകളിലും സർവീസിലും മാത്രമല്ല, സ്ഥിരം ചെലവ് വരുന്ന ചാർജിങ്ങിൽ പോലും വിപ്ലവകരമായ മാറ്റങ്ങളുമായാണ് വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. തങ്ങളുടെ കാറുകൾ വാങ്ങുമ്പോൾ 3 വർഷത്തേക്ക് ചാർജിങ്ങും മെയിൻ്റെനൻസും സൗജന്യമായിരിക്കും എന്ന വിൻഫാസ്റ്റിന്റെ ഓഫർ രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണിയിൽ കലാപം സൃഷ്ടിക്കും എന്നുറപ്പാണ്. സെപ്റ്റംബർ 6-നാണ് വിൻഫാസ്റ്റ് ഇന്ത്യയിലെ തങ്ങളുടെ VF6, VF7 എന്നീ SUV മോഡലുകൾ പുറത്തിറക്കിയത്. VF6-ന് 16.29 ലക്ഷവും VF-ന് 20.89 ലക്ഷവുമാണ് എക്സ് ഷോറൂം വിലയിട്ടിരിക്കുന്നത്. ഇത് ഹ്യൂണ്ടായി ക്രെറ്റ EV, ടാറ്റ കർവ് EV, MG ZS EV, മഹീന്ദ്ര BE6 എന്നിവയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന പ്രൈസിംഗ് ആണ്. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ 27 നഗരങ്ങളിലായി 35 ഡീലർ ടച്ച് പോയിന്റുകളും 26 വർക്ക്ഷോപ്പുകളും ആരംഭിക്കുമെന്ന് കമ്പനി പറയുന്നു. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ ഡീലർഷിപ്പ് ഉള്ളത്. രാജ്യത്തുടനീളം സ്ഥാപിക്കുന്ന തങ്ങളുടെ ചാർജിംഗ് പോയിന്റുകളിൽ 2028 ജൂലൈ വരെ തങ്ങളുടെ ബ്രാൻഡിലുള്ള കാറുകൾ ചാർജിംഗ് സൗജന്യമായിരിക്കുമെന്നാണ് വിൻഫാസ്റ്റ് ഏഷ്യ CEO പ്രഖ്യാപിച്ചത്. 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ ആണ് വാറന്റി നൽകുന്നത്. ടാറ്റ അടക്കമുള്ള നിർമ്മാതാക്കളെല്ലാം 8 വർഷം അല്ലെങ്കിൽ 1.60 ലക്ഷം കിലോമീറ്ററിന് വാറന്റി നൽകുമ്പോഴാണിത്. ഇതിനു പുറമെ 3 വർഷത്തേക്ക് സൗജന്യ സർവീസും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിൽ മുൻപെങ്കുമില്ലാത്ത ഈ നീക്കത്തിലൂടെ ബുക്കിംഗ് കുതിച്ചു കയറും എന്നാണ് വിൻഫാസ്റ്റിന്റെ പ്രതീക്ഷ. സൗജന്യ ചാർജിങ്ങും സർവീസും മാത്രമല്ല, ഇന്ത്യയിൽ അവതരിപ്പിച്ച മോഡലുകളിൽ വിൻഫാസ്റ്റ് ഒരുപാട് പ്രീമിയം ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെവൽ 2 ADAS അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, ഹെഡ് ആപ്പ് ഡിസ്പ്ലേ, പനോരമിക് ഗ്ലാസ് റൂഫ്, വെന്റിലേറ്റഡ് സീറ്റുകൾ തുടങ്ങിയവ ഇവയുടെ ഉയർന്ന വേരിയന്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ സെഗ്മെന്റിൽ ADAS പോലുള്ള ഫീച്ചറുകൾ മിക്ക കമ്പനികളും നൽകുന്നില്ല. കൂടാതെ പരമ്പരാഗത ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒഴിവാക്കി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ് തങ്ങളുടെ EVകളിൽ വിൻഫാസ്റ്റ് സ്വീകരിച്ചിട്ടുള്ളത്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ വിൻ ഗ്രൂപ്പിന്റെ കീഴിൽ 2017 നിലവിൽ വന്ന വിൻഫാസ്റ്റ് പരമ്പരാഗതമായ പലതിനെയും അട്ടിമറിച്ചുകൊണ്ടാണ് മാർക്കറ്റ് പിടിച്ചത്. ക്യാറ്റ്ഹായ് ദ്വീപിൽ 828 ഏക്കറിൽ സ്ഥാപിച്ച ഫാക്ടറിയിൽ നിന്ന് വെറും 21 മാസം കൊണ്ട് കാർ വിപണിയിലെത്തിച്ച് അവർ ഓട്ടോമൊബൈൽ വിപണിയെ തന്നെ ഞെട്ടിച്ചു. ഫെറാറി, മസരാറ്റി തുടങ്ങിയ വൻകിട ബ്രാൻഡുകൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പ്രശസ്ത ഇറ്റാലിയൻ ഡിസൈൻ ഹൗസായ പിനിൽഫാരിയാണ് വിൻഫാസ്റ്റിന്റെ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. 2022 പെട്രോൾ, ഡീസൽ സെഗ്മെന്റുകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയ വിൻഫാസ്റ്റ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളും ബസ്സുകളും മാത്രമാണ് നിർമ്മിക്കുന്നത്. വിയറ്റ്നാമിനു പുറമെ അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ വിപണികളിലും ശക്തമായ സാന്നിധ്യം അറിയിച്ച വിൻഫാസ്റ്റ് 2023 ടെസ്ലയ്ക്കും ടൊയോട്ടയ്ക്കും പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ ഓട്ടോമോട്ടീവ് കമ്പനിയായി മാറുകയും ചെയ്തു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള ഫാക്ടറിയിലാണ് വിൻഫാസ്റ്റ് ഇന്ത്യൻ വിപണിയിലേക്കുള്ള കാറുകൾ നിർമ്മിക്കുന്നത്. 400 ഏക്കർ വിസ്തൃതിയിൽ $500 മില്യൺ മുടക്കി സ്ഥാപിച്ച ഈ ഫാക്ടറിയിലും ഞെട്ടിക്കുന്ന വേഗത്തിലാണ് വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. ഈ വർഷം ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച ഫാക്ടറിയിൽ പ്രതിവർഷം 1/2 ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇത് 1.5 ലക്ഷം യൂണിറ്റുകളായി ഭാവിയിൽ വർദ്ധിപ്പിക്കാനും കഴിയും. ഇന്ത്യയിൽ തങ്ങളുടെ വാഹനങ്ങൾക്കൊപ്പം ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം തന്നെ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് എന്ന് വിൻഫാസ്റ്റ് അവകാശപ്പെടുന്നു. 3 വർഷത്തെ സൗജന്യ ചാർജിംഗ്, സൗജന്യ മെയിൻ്റെനൻസ് കൂടാതെ 10 വർഷത്തെ വാറന്റി എന്നിവ ഒരുമിച്ച് നൽകുമ്പോൾ വിൻഫാസ്റ്റ് വിപണിയിലെ മറ്റ് കളിക്കാർക്ക് ഒരു വലിയ ഭീഷണിയായി മാറുന്നു. ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന പ്രധാന ആശങ്കകളായ ചാർജിംഗ് ചെലവ്, പരിപാലന ചെലവ്, ബാറ്ററി ലൈഫ് എന്നിവയെല്ലാം ഈ ഓഫറുകളിലൂടെ വിൻഫാസ്റ്റ് അഡ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കമ്പനികൾ ഇതിനെ എങ്ങനെയാണ് നേരിടുക എന്നത് വലിയൊരു ചോദ്യമാണ്. ചാർജിംഗ് ചെലവുകളെക്കുറിച്ച് ആലോചിക്കാതെ 3 വർഷം വരെ ഒരു EV ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് വിപണിയെ മാറ്റിമറിക്കാൻ വലിയ സാധ്യതയുണ്ട്. ടാറ്റയും മഹീന്ദ്രയും MGയും ഹ്യൂണ്ടായുമെല്ലാം അതിനെതിരെ എന്ത് തന്ത്രമാണ് ആവിഷ്കരിക്കുക എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്.